ടേസ്റ്റ് ഉണ്ട്. ലേശം പുതിന ചട്നി കൂട്ടിട്ട് മാംഗോസ് ഉണ്ടല്ലേ, ഒരു ഇലയിൽ പൊതിഞ്ഞിട്ടാണ് ഇത് കിട്ടുന്നത്. ഉള്ള നൊങ്ക് നൊങ്ക് മിക്സ്ഡ് കള്ള്. ഇവിടെ ഇവിടുത്തെ തിരക്കണ്ടല്ലോ, എത്ര അധികം ആൾക്കാരാണ് ഇവിടെ. നമ്മള് മധുരയിലുള്ള കാലത്ത് മാർക്കറ്റിലുള്ള കച്ചവടങ്ങളാട്ടോ അതൊക്കെ. ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് എല്ലാം ഉണ്ട്. അത്യാവശ്യം വലിയ മാർക്കറ്റ് കേട്ടോ. പോയിട്ട് വരാം, സ്വാമി കുമ്പിട്ട് വരാം. ഫ്രൂട്ട്സ് ആണ്, മാംഗോസ് ഉണ്ടല്ലേ. ഇതൊക്കെ ഏത് മാങ്ങാണ്? അടിപൊളി മാർക്കറ്റ് കേട്ടോ. കാലത്ത് ശരിക്കും ഒരു 6:30 ആവുള്ളൂ. എന്തോ അല്ലേ അല്ലേ 20 രൂപ വാങ്ങി. മാങ്ങ എന്തോല്ല എന്നാ വില? 40 രൂപ. അത് നീളല്ലേ? നീളം 50 രൂപ. ഇതെന്നെ വാങ്ങണേ 20 രൂപ. கோவிலுங்க பக்கமா? ഈ ക്ഷേത്രത്തിന്റെ അടുത്തുള്ള ഒരു മാർക്കറ്റ് ആണ് അത്. വളരെ ഇഷ്ടമാണ്. സമയമായിട്ട് കട പോലും തുറന്നില്ല അല്ലേ? கோவில் பைக் எங்க ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ട്. ഷർട്ട് അതേപോലെ വാച്ചിന്റെ ഒരുപാട് ഷോപ്പുകളുണ്ട്. പക്ഷെ അതൊന്നും ഈ സമയമാകുമ്പോ തുറക്കില്ല. സമയം ഇപ്പൊ ഒരു 6:30 ആയിട്ടുള്ളൂ. നേരത്തെ വന്നോണ്ട് അത് തുറക്കാതിരിക്കണം. അമ്പലത്തിന്റെ മുകളിൽ എന്തൊക്കെയോ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അറ്റകുറ്റപ്പണികളാ തോന്നുന്നുണ്ട്. അതെന്തേലും വേണോ? പൂ വേണോ? കോവിലിന്റെ എൻട്രൻസ് ഭാഗട്ടോ. കച്ചവടങ്ങളൊക്കെ അവിടെ ആയി വരുന്നുള്ളൂ. സമയത്തിന്റെ ഒരു പ്രശ്നമാണ്. നമ്മളിപ്പോ ഉള്ളത് മധുര മീനാക്ഷി അമ്പലത്തിലുണ്ടോ. പക്ഷെ ഇവിടെ മൊബൈൽ ക്യാമറയും കാര്യങ്ങളൊന്നും കടത്താത്തതുകൊണ്ട് ഉള്ളിലത്തെ വിഷ്വൽസ് ഒന്നും കിട്ടിയിട്ടില്ല. പോലീസ് സെക്യൂരിറ്റിയാണ്. മൊത്തം ഗോപുരത്തിന്റെ ഒക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലാട്ടത്, ദുർഗാ ഭവൻ. ഇപ്പൊ നമുക്കുള്ള ഇഡ്ഡലി കാണുന്നുണ്ട്. ഇഡ്ഡലി, സാമ്പാർ,
പുതിന ചട്നി, പിന്നെ തേങ്ങ ചട്നി, പിന്നെ വേറെന്തൊരു സംഭവം ഉണ്ട്, കുഴപ്പമില്ല. പുതിന ചട്നി ഇട്ട് കഴിക്കാം. പുതിന ചട്നി അല്ല, സാധാ തേങ്ങ ചട്നി. അത്യാവശ്യം നല്ല എരിവുണ്ട്, അത് ടേസ്റ്റ് കിട്ടും. ലേശം പുതിന ചട്നി കൂട്ടിയിട്ട് ടേസ്റ്റ് കിട്ടും. അപ്പോൾ നമ്മൾ ഇന്നലെ റൂം എടുത്ത ഹോട്ടലത്. അപ്പോൾ അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്ത് പോവാണ്. അപ്പോൾ കാലത്ത് തന്നെ നമ്മൾ അമ്പലത്തിൽ പോയിട്ട് തൊഴുത് വന്നു. ഇനി നേരെ നമുക്ക് ജിഗർദണ്ഡ കുടിക്കണം. അങ്ങനെ 1-2 സ്പോട്ട് ഉണ്ട്. അത് കഴിഞ്ഞാൽ നേരെ വീട്ടിൽ പോകാനുള്ള പരിപാടിയാണ്. ഈ ഹോട്ടൽ ഏതാണെന്ന് വെച്ചാൽ ഡ്യൂക്ക് എന്ന് പറഞ്ഞ ഹോട്ടലാട്ടോ. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, ഫാമിലി ആയിട്ടൊക്കെ വന്ന് നിൽക്കാൻ പറ്റിയൊരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ 4ാമത്തെ ഫ്ലോറിലോട്ട് നമ്മളുള്ളത്. ഇനി താഴത്തോട്ട് പോകണം. നേരെ താഴത്തോട്ട് പോവാം. ബസ് ഇടിക്കുന്ന നേരെ താഴത്തോട്ട് ഗ്രൗണ്ട്. ഗോൾഡൻ കളറുള്ള ലിഫ്റ്റ് ആട്ടാ. നമ്മൾ രസമുണ്ട്, സെറ്റപ്പ് ഉള്ള ചെറിയ ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടേ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലേ. അപ്പോൾ നിങ്ങൾ ഈ ഭാഗത്ത് വരികയാണെങ്കിൽ, ഫാമിലി ആയിട്ടൊക്കെ വരികയാണെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ്. റൂമൊന്നും അത്ര വലിയ സെറ്റപ്പ് റൂമൊന്നും പ്രതീക്ഷിക്കണ്ട. അതിൽ കുഴപ്പമില്ല, സേഫാണ്. റെസ്റ്റോറൻ്റ് ആട്ടത്. ബ്രേക്ക്ഫാസ്റ്റ് റൂം എടുക്കുമ്പോൾ തന്നെ നമുക്കൊരു 1500-600 റേഞ്ച് വരും നോൺ AC. അപ്പോൾ അതിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവും കേട്ടോ. കാലത്തെ 2 പേർക്കാണ് റേറ്റ് വരുന്നത്. നമ്മൾ വണ്ടി ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇനി വണ്ടി എടുക്കുക, വിടുക. മധുരയിലെ ഫേമസ് ആയ തിരുനെൽവേലി ഹൽവ, പ്രേമവിലാസ് തിരുനെൽവേലി ഹൽവ. തിരുനെൽവേലി ഹൽവ സംഭവം ഫുള്ള് പാക്ക് ചെയ്തിറങ്ങിയത്. 1/2 കിലോ 200 രൂപയാണ് വരുന്നത്. ഹലോ, അപ്പൊ നമ്മളിപ്പോ ഉള്ളത് മധുരയിലെ ഫേമസ് ഹൽവ സ്പോട്ട് ആയിട്ടുള്ള പ്രേമവിലാസിലാണ്. ഇവിടെ തിരുനെൽവേലി ഹൽവ കിട്ടും. അപ്പൊ നമ്മൾ വാങ്ങിയപ്പോ 20 രൂപയ്ക്ക് നമ്മൾ കഴിക്കാനുള്ളത് വാങ്ങിയതാണ്. ഒരു ഇലയിൽ പൊതിഞ്ഞിട്ടാണ് ഇത് കിട്ടുന്നത്. അപ്പൊ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇങ്ങനെയാണ് ഈ ഹലുവ. ഒന്ന് ടേസ്റ്റ് ചെയ്യാം. ചൂടുണ്ട് കേട്ടോ, നല്ല ചൂടുണ്ട്. അതുകൊണ്ട് നല്ല നെയ്യിന്റെ ഫ്ലേവർ ഒക്കെ എടുത്ത് കാണിക്കുന്ന അത് വെറൈറ്റി ഹൽവ തന്നെയാണ്. ഞാൻ ആദ്യമായിട്ടാണ് തിരുനെൽവേലി ഹൽവ ട്രൈ ചെയ്യുന്നത്. എന്തായാലും പൊളിച്ചു. നമ്മൾ മധുരയിൽ വന്നു കഴിഞ്ഞാല് പരുത്തിപ്പാൽ കുടിക്കാതെ എങ്ങനെ പോവാ? ഇതാണ് ശ്രീശാസ്ത പരുത്തിപ്പാൽ, ശ്രീശാസ്ത കോട്ടൺ സീഡ്സ് മിൽക്ക്. അപ്പൊ ഇവിടെയാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്തായാലും കുടിച്ചു നോക്കാം. നല്ല മധുരമുണ്ട്, പിന്നെ എന്താ പറയാ, ആ സിഗരറ്റിന്റെയും തേങ്ങ ഒക്കെ അരച്ച് ചേർത്തിട്ടുള്ളൊരു പ്രത്യേക ടേസ്റ്റാണ്. കുടിക്കാൻ വലിയ കുഴപ്പമൊന്നുമില്ല, അടിപൊളിയാണ് സാധനം, കുഴപ്പമൊന്നുമില്ല, അടിപൊളി. നല്ല ഗ്യാസൊക്കെ ഉണ്ട്, അടിപൊളിയാണ്. അപ്പോൾ വന്നാൽ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ശ്രീശാസ്ത പരുത്തിപ്പാൽ കേട്ടോ. ഇതെന്താ റേറ്റ് ആണ്? എത്ര രൂപ? എത്ര റേറ്റ്? 25 രൂപയാണ് ഒരു ഗ്ലാസ് റേറ്റ്. 1999 സ്റ്റാർട്ട് ചെയ്തൊരു സ്ഥാപനമാണത്. അതുകൊണ്ടാണ് ഇത് ഇത്രയും ഫേമസ്. മധുര തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണിത്. பருத்திப்பால் மிளகு ஏலக்காய் சுக்கு திப்புளி சித்திரத்தான் எல்லாம் போட்டு சாஸ்தா பருத்திப்பால் ரொம்ப மதுரையிலே ஃபேமஸான பருத்திப்பால் ரொம்ப ரொம்ப டேஸ்ட்டாக இருக்கும். இதுக்கு இருமல் சளி நெஞ்சு வலி எல்லாம் தலைவலியெல்லாம் போக்கும் சாஸ்தா பருத்திப்பால். ஓகே, என் பேர் சின்னசாமி. நன்றி, மீண்டும் வருவேன்.
ഇതിന് നല്ല ഇഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ട്. മതി മതി. അപ്പൊ ഇഞ്ചിയുടെ ഒരു ഫ്ലേവർ നല്ല എടുത്ത് കാട്ടുന്നുണ്ട്. മധുരയിലെ ഫേമസ് ആയ ജിഗർദണ്ഡ. ലൊക്കേഷൻ വരുന്നത് ശ്രീലക്ഷ്മി മെഡിക്കൽസിന്റെ നേരെ ഓപ്പോസിറ്റ് ആട്ടോ. നേരെ ഓപ്പോസിറ്റ് ശരവണാസ്. ഇവിടെയാണ് ജിഗർദണ്ഡ ആദ്യമായിട്ട് തുടങ്ങിയെന്നാണ് പറയപ്പെടുന്നത്. വന്നു കഴിഞ്ഞാല് ജിഗർദണ്ഡ കുടിക്കേണ്ടത് മസ്റ്റാണ്. അപ്പൊ അവിടുത്തെ ഏറ്റവും ഫേമസ് ജിഗർദണ്ഡയിലാണ് ഇപ്പൊ നമ്മളുള്ളത്. അവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ജിഗർദണ്ഡ അതാണ്. അതേപോലത്തെ 40 രൂപയുടെ ചെറുത് ഒന്നുണ്ട്. ഇതൊന്ന് സ്പെഷ്യൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് ഐസ്ക്രീം ഇട്ടാട്ടോ വരുന്നത്. അടിപൊളി ടേസ്റ്റ് കേട്ടോ, നല്ല സൂപ്പർ ടേസ്റ്റ് കേട്ടോ, പറയാതിരിക്കാതെ. ടേസ്റ്റ് സൂപ്പറാണ്. നിങ്ങൾ വരുമ്പോൾ ഈ ഷോപ്പിൽ തന്നെ വന്ന് കുടിക്കാൻ നോക്കുക. ജിഗർദണ്ഡയുടെ ഷോപ്പ് ഒരുപാടുണ്ട് ഇവിടെ. ഇവിടുത്തെ തിരക്കുണ്ടല്ലോ, എത്ര അധികം ആൾക്കാരാണ് ഇവിടെ. ഒരുപാട് ആൾക്കാർ ഇവിടെ തന്നെ വന്ന് കുടിക്കുന്നുണ്ട്. അതാണ് മറ്റ് ഷോപ്പുകളും ഇത്ര തിരക്കില്ല. ഞാൻ വരുന്ന വഴിക്ക് ഒരുപാട് ഷോപ്പുണ്ട്, അവിടെയൊക്കെ നോക്കിയായിരുന്നു. ഇത് ഇവിടുത്തെ ഏറ്റവും ടോപ്പ് ഇതാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല സ്വീറ്റ്. പാലട ഒക്കെ കഴിക്കുന്ന ഒരു ഫീൽ എനിക്ക് തോന്നുന്നത്. സംഭവം കൊള്ളാം. നമ്മളങ്ങനെ മധുരയിൽ നിന്നും ജിഗർദണ്ഡൊക്കെ കുടിച്ചിട്ട് ഇപ്പോൾ ദിണ്ടുഗൽ റൂട്ടിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദിണ്ടുഗൽ റൂട്ട് എന്ന് പറയുമ്പോൾ അടിപൊളി റൂട്ടാണ് കേട്ടോ. മധുരയിലെ വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ മധുരയില് ഭയങ്കര ട്രാഫിക്കാണ്. ഭയങ്കര ട്രാഫിക് എന്ന് വെച്ചാൽ നമ്മള് എളുപ്പമല്ല അവിടെ വണ്ടി ഓടിക്കല്. അവര് വണ്ടി ഓടിക്കുന്ന കാര്യം നമുക്ക് ഓടിക്കാൻ പറ്റില്ല. തലങ്ങനും വിലങ്ങനെയും വണ്ടികൾ വരുന്നത്. വളരെ സൂക്ഷിച്ചു വേണം ബൈക്കായിട്ടൊക്കെ പോകുമ്പോ പോവാനായിട്ട്, ബൈക്കായിട്ട് വരുമ്പോ റൈഡ് ചെയ്യാനായിട്ട്. പിന്നെ റൂമുകളൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. രാത്രി ഞങ്ങള് എത്തിയപ്പോ തന്നെ ഒരു 9 മണിയൊക്കെ ആയതുകൊണ്ട് 9 മണി 9:30 10 മണിക്കാണ് ഞങ്ങൾ റൂം എടുക്കണത്. കുറച്ച് നേരം വൈകി. റൂമുകൾ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഉള്ള റൂമിനാണെങ്കിൽ അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട്. അന്വേഷിച്ച് കണ്ടുപിടിക്കാനൊക്കെ കുറച്ച് റിസ്ക് ആണ്. അല്ലെങ്കിൽ പിന്നെ ഓൺലൈൻ വഴിയൊക്കെ ബുക്ക് ചെയ്ത് വരാം. പക്ഷെ ഓൺലൈനിൽ ബുക്ക് ചെയ്യുമ്പോൾ ഈ ഹോട്ടലൊക്കെ ഏത് മൂലയിലൊക്കെ എടുക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു വിഷയമുണ്ട്. നമ്മളിപ്പോ എടുക്കണെന്ന് വെച്ചാൽ അവിടെ പോയി ചെന്ന് കണ്ടതിന് ശേഷം മാത്രമേ നമ്മൾ റൂം എടുക്കാറുള്ളൂ. അല്ലാതെ ഓൺലൈൻ ബുക്കിംഗ് ഇല്ല. ഓൺലൈൻ ബുക്ക് ചെയ്തിട്ടില്ല ഇതുവരെ, അങ്ങനെ ചെയ്യാറില്ല. കൊടൈക്കനാലിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. പട്ടിയാങ്കുണ്ട് കൊടൈക്കനാൽ 83 കിലോമീറ്റർ ഉണ്ട് ഇവിടെ. കൊടൈക്കനാലിലേക്ക് നേരെ ലെഫ്റ്റ് എടുത്ത് പോയാൽ മതി. മധുര റേറ്റ് ദിണ്ടുഗൽ സ്ട്രൈറ്റ് നേരെ ബാംഗ്ലൂര്. ഇവിടുത്തെ ബസ് സ്റ്റോപ്പ് അടിപൊളിയല്ലേ. ഇവിടുത്തെ മെയിൻ വണ്ടി ആട്ടാ പോണേ, ട്രാക്ടർ. ട്രാക്ടറിൽ ഓർഡർ ഇറക്കണ്ടത്, ട്രാക്ടറിൽ ഓർഡർ ഇറക്കണത് ലോഡ് കയറ്റാണ്. ഇതിവിടെ കമ്പനി ഉണ്ട് അതിന്റെ. മാസി ഫെഗൂസൺ 421 പല മോഡലുണ്ട് കേട്ടോ. 143. എത്ര ട്രാക്ടർ അവിടെ വരണേ ഒക്കെ ഇതിനുള്ളത്. എനിക്ക് തോന്നണതേ ഇത് എങ്ങോട്ടോ ലോഡ് കൊണ്ടുപോവാണ്. ലോഡ് ഇറക്കല്ല അല്ലേ. പക്ഷെ ലോഡ് കൊണ്ടുപോവാണെങ്കിൽ കമ്പനി വന്ന് കൊണ്ടുപോയിക്കോട്ടെ അല്ലേ, കമ്പനി വഴി. എന്താ വണ്ടി അടിപൊളി കേട്ടോ.
என்னதுல கம்பம் இருக்கு அதுல கம்பமா கம்பு கருதா இருக்கும். ஆ ஆள் விட்டு அறுத்து இப்படி ரோட்ல ஓட்டு நாளைக்கு கொண்டு வந்து ஒரு 3000 ரூபா. ஓகே வெங்காயம் போடவா? വെങ്കായം വേണോ? അപ്പൊ നമ്മള് ഈ പാട്ടിന്റെ അടുത്തുനിന്ന് കമ്പംകൂള് വാങ്ങി. சாப்பிடுப்பா. സാപ്പിടാം. കമ്പംകൂള് എന്താണെന്നൊന്നും അറിയില്ല. കമ്പായിട്ട് ഇങ്ങനെ കുടിക്കും. சும்மா சாப்பிடு. சும்மா வாய் ഇങ്ങനെ ഇങ്ങനെ കുടിക്കാനാ പറയണ കേട്ടോ. ഇങ്ങനെ കുടിക്കാനാ പറയണ. சாப்பிடு. എന്താ ടേസ്റ്റ്? ടേസ്റ്റ് ഉണ്ട്. சாப்பிடு. അതിന്റെ ചിരി பிராணி பண்ண கொடுக்குறேன். 2 பேரும் சாப்பிடுங்க. வீட்டுக்கு தூண்டு போவீங்க. எவ்வளவு வெயில் எடுத்தாலும் எரியாது. എരിയില്ല. மோரு கம்மம் குழு குழுன்னு இருக்கும் வெயிலுக்கும். തണുപ്പെടുക്കുന്നു. മോരും കമ്പവും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടുള്ളതാണെന്നാ പറയുന്നത്. അതുകൊണ്ട് നമുക്ക് നല്ല തണുപ്പുണ്ടാവും എന്നാ പറയണത് അമ്മ. சும்மா குடி. காப்பி குடிக்காத மாதிரி குடிக்காத. சும்மா குடி. கட்ட கட்டன்னு போனாத. வெங்காயம் நல்லா இருக்கும். மென்று சாப்பிட ருசியா இருக்கும். കാപ്പി കുടിക്കുന്ന പോലെ കുടിക്കരുത്. കൊറേ ആയിട്ട് കുടിക്കാനാ പറയണേ. சும்மா சும்மா சாப்பிடு. எடுத்துக்க. ഇത് വന്നിട്ട് വേണം. മുളകല്ലേ? ഇതുണ്ട. கொத்தவரங்காய் நல்லா இருக்கும். மொறு ഇത് കൊത്തമര. വറുത്താണല്ലേ? நல்லா இருக்கும். நான் கூழ் குடிக்கிறவங்களுக்கு അത് വേണം. ഇത് മതി. മുളക് மிளகாயா இது கொஞ்சோண்டு எடுத்து சாப்பிடு. ഇത് വന്നിട്ട് അച്ചാറ്. മുളക് അടിപൊളിയാ. മുളക് ഏതമ്മ? മുളക് ഗൂഗിൾ പേ ഒക്കെ ഉണ്ടല്ലേ? ഗൂഗിൾ പേ ഒക്കെ ഉണ്ട് ട്ടോ. അത് നമ്മള് ഏതാണ്? തീമ്പട്ടിയാ? ഇതെന്നത്? ഇത് എന്ന സ്ഥലം പാട്ടി? ഇതെന്നത്? പേരെന്താ? ഏരിയ? ചെമ്പട്ടി. അമ്മയുടെ പേരെന്താ? പേര്? ചെമ്പട്ടി. പേരെന്നാ? തങ്കമണി. തങ്കമണി നമ്മളെ എടുത്ത് വന്നാ മതിട്ടോ. മോരുമുളക് ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഇത് കുടിക്കാം. സാപ്പിടുന്നു. മതിയോ? ഇങ്ങോട്ടെ. മതിയാ? சாப்பிடு நல்லா. அப்படியே கட்ட கடந்து போகும். സ്പീഡ് കുടിക്കണം. நல்லா ஒரு இடத்த காரை நிறுத்திட்டு அங்க போய் திரும்பி ரிட்டர்ன்ல கார் வந்து அப்புறம் 2-3 குடிச்சுட்டு பார்சல் குடுவாட்டிட்டு வாங்கி போவாங்க. സ്പീഡ് കുടിക്കാനാ പറയണ. ഇഷ്ടോട്ടെ. നല്ല കോട്ടി. சாப்பிடு. நல்லா இருக்கு. ഇഷ്ടോട്ടാ. എനിക്ക് പോതും. മുളക് കൂട്ടി കുടിക്ക്. അപ്പൊ രസം ഉണ്ടാവും. കുടിക്ക്, കുറച്ചുകൂടി കുടിക്ക്. കയിട്ട് അമ്മ ചിരിക്കാണ്. അന്തമല കൊടൈക്കനാൽ മലയാണെന്ന് കേട്ടോ. അതെല്ലാം കൊടൈക്കനാലാ? நிறைய ஊர் இருக்குது. பன்றிமலை அதுலயே நிறைய ஊர்ல இருக்குது. തങ്കമണി അമ്മാവരുടെ വീട് എവിടെ? അമ്മാവിടെ വീട് എവിടെ? அங்க இருக்குது. அந்த தென்னை மரத்துக்கிட்ட இருக்குது எங்களுக்கு வீடு. ഓക്കേ. அங்க இருக்குது. സീമ്പട്ടി എന്നുള്ള
സ്ഥലത്താട്ടെ ഈ ഷോപ്പുള്ളത്. ഷോപ്പ് ഒരുപാട് ഷോപ്പുണ്ട്. പക്ഷെ നമ്മൾ ഇത് കണ്ടപ്പോൾ നല്ലൊരു ആംബിയൻസ് ഉണ്ട് ഇവിടെ. ഷോപ്പ് കട വെച്ചിരിക്കുന്ന സ്ഥലം നല്ല രസമുണ്ട്. അപ്പൊ നമ്മള് സെമ്പട്ടിന്ന് വരുമ്പോ കണ്ടൊരു കാഴ്ചയാണ്. ഇത് എന്നെ കള്ള് പനങ്കള്ള പനക്കള്ള്. അത് പനങ്കള്ളാട്ടോ. നല്ല ഫ്രഷ് പനങ്കള്ളായിരിക്കും. കുടിച്ചോ നിലത്തൊക്കെ പോകണ്ട. നൊങ്ക് പോട്ടിருக்கு. നൊങ്ക് പോട്ടിருக்கா? ഇതാണ് പനങ്കള്ളില്ലേ, ആദ്യമായിട്ട് കുടിക്കുന്നത്. രസണ്ടാ? കുടിച്ചോ, വാങ്ങിച്ചോ. സൂപ്പറാണ്. പനങ്കള്ള് ഇങ്ങനെ കുടിക്കണം. പണം കല്ല് വേറെ, കല്ല് വേറെ. ഇത് തന്നെ ഇത് പതനി. പതനി പതനി അല്ലേ? പതനി അത് തണ്ണി ഊത്തുന്ന പതനി. തന്നി ഊത്തുന്ന പതനി. തണ്ണി ഊത്താതത് കല്ല്. കള്ള്. അതില് കള്ളില് വെള്ളം ഒഴിച്ചതാണെന്നാ അതെ പറയുന്നത്. അതെ അതെ. ആ ഇത് കല്ല്. ഇത് കള്ള്. അടിപൊളിയാ. ഇതില് വന്നിട്ട് ഉള്ള നൊങ്ക് ഇருக்கு. ഉള്ള നൊങ്ക് ഇருக்கு. നൊങ്ക് മിക്സ്ഡ് കള്ള്, പനങ്കള്ള്. நொங்கு அப்படியே கரைச்சி விட்டோம். ஓகே. நொங்கு போட்டா நல்லா டேஸ்டா இருக்கும். ഉടുമ്പൽപേട്ട് ഹൈവേ ഉള്ള ഒരു ഹോട്ടലാട്ടോ. ഇവിടെയാണ് നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് നിർത്തിയുള്ളത്. സമയം ഏകദേശം ഇപ്പോൾ 4 മണി 3:30 ആയി. ഇതൊക്കെ ഇതിൽ വരുന്ന 140 റുപ്പീസാണ് ഈ ചാർജ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് പറഞ്ഞു കൊടുത്താൽ? ചിക്കൻ കറി, ചിക്കൻ നാട്ടുകോഴി, നാട്ടുകോഴി ചിക്കൻ കറി, നാടൻകോഴി വെറൈറ്റി വേറെ, എഗ് പൊരിയൽ, മീൻ ചില്ലി. ഇത് തമ്മിലുള്ള നാടൻകോഴി ചിന്താമണി പള്ളിപ്പളി. ചിന്താമണി. ഓക്കെ. അച്ചാർ എടുക്കാ? ഓക്കെ. നാടൻ കോഴിക്കറി. ഇതാണ് നാടൻ കോഴിക്കറിയുടെ. മട്ടൻ കറി ഉണ്ട്, സെപ്പറേറ്റ് കഴിക്കാം. മട്ടൻ ബോട്ടി, മട്ടൻ ചുക്ക. ഓക്കെ അല്ലേ? കഴിച്ചോ. കറി എങ്ങനെയുണ്ട്? കറി അടിപൊളി. ഇവിടെ കുട്ടി കഴിച്ചു. ചിന്താമണി ചിക്കൻ അങ്ങനെ എന്താ പറഞ്ഞു? അടിപൊളി. ഇതാ സാധനം നാട്ടു ചിക്കൻ, നാട്ടുകോഴി. വേറെ മീൻ കഴിച്ചു. മീൻ ചില്ലി, ഫിഷ് ചില്ലി എന്നാ പറഞ്ഞേ. അടിപൊളി. മുട്ടപ്പൊരിയൽ. അടിപൊളിയായിരിക്കും. ഇതൊക്കെ കൂടി ഒന്ന് കൂട്ടി കുഴച്ച് തിന്നട്ടെ. എങ്ങനെയുണ്ട്? ഇത് അടിപൊളിയാണ്, രക്ഷയില്ല. അടിപൊളിയല്ലേ? കഴിക്കുന്നതാണ്. 40 രൂപ കേട്ടോ ഈ ഒരു കോംബോ വരുന്നത്. നാടൻ കോഴി, സാധാ കോഴി, പിന്നെ മീൻ വറുത്തത്, പിന്നെ കോഴിമുട്ട, അച്ചാറ് എല്ലാം കൂടി ഉണ്ടാവും.
ചിക്കൻ കറി. ഫുഡൊക്കെ കാലിയായിട്ടോ. ആദ്യമായിട്ട് മൊത്തം ഫുഡും കഴിക്കാം അല്ലേ? അപ്പം നമ്മൾ ഫുഡ് കഴിച്ചിറങ്ങി. ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ല. സൂപ്പർ ചോറും കറിയും ഒരു രക്ഷയില്ല കേട്ടോ, സൂപ്പറായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് പിടിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തുക. അപ്പോൾ ബൈ ബൈ.